السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الصلاة والسلام على أشرف رسول الله على آله وصحبه الفائزين برضا الله أما بعد. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നാം കഴിഞ്ഞ ക്ലാസ്സിലെ ഇൻക്രീസ് ഓർ ഡിക്രീസ് ആസ് പെർസെൻറ്റേജ് എന്ന ഭാഗമാണ് പഠിച്ചത്. യഥാർത്ഥ അളവിൽ നിന്ന് കൂടുകയോ കുറയുകയോ ചെയ്താൽ എത്ര ശതമാനം കൂടി എത്ര ശതമാനം കുറഞ്ഞു എന്നുള്ളതൊക്കെയാണ് ചർച്ച ചെയ്തത്. അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം, നമ്മൾ ഒരു കച്ചവടത്തിൽ നമ്മൾ വിൽപ്പനയിലും അതുപോലെ നമ്മൾ വാങ്ങുമ്പോഴൊക്കെ ഉണ്ടാകും. യഥാർത്ഥ വിലയിൽ നിന്ന് കൂടിയിട്ട് വിൽക്കുകയാണെങ്കിൽ ആ കൂടിയിട്ട് വിൽക്കുമ്പോൾ ആ വിൽക്കുന്ന ആൾക്ക് അത്രയും പൈസ ലാഭമായിരിക്കും. അപ്പോൾ ഇവിടെ കൂടണം. അപ്പോൾ ആ കൂടുന്നതിൻ്റെ ശതമാനമാണ് ഇയാളുടെ ലാഭത്തിൻ്റെ ശതമാനം. ഇനി നേരെ മറിച്ച് യഥാർത്ഥ വിലയിൽ നിന്ന് കുറഞ്ഞ വിലക്ക് വിൽക്കുകയാണെങ്കിൽ ഇയാൾക്ക് നഷ്ടമാണ്. അപ്പോൾ ഈ കുറഞ്ഞതിൻ്റെ ശതമാനമായിരിക്കും അയാളുടെ നഷ്ടത്തിൻ്റെ ശതമാനം. അപ്പോൾ ഇതൊക്കെ കാണുന്ന ഒരു രീതിയാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. പ്രൈസസ് റിലേറ്റഡ് ടു ആൻ ഐറ്റം ഓർ ബൈയിങ് ആൻഡ് സെല്ലിങ്. വിൽക്കുമ്പോഴും അതുപോലെ വാങ്ങുമ്പോഴൊക്കെ ഒരു സാധനത്തോട് റിലേറ്റഡായി കിടക്കുന്ന വില. അപ്പോൾ അതിൽ ചില ടേംസ് നാം പഠിച്ചു വെക്കേണ്ടതുണ്ട്. ഒന്ന് CP എന്നതാണ്. CP എന്ന് പറഞ്ഞാൽ കോസ്റ്റ് പ്രൈസ്. ബോൾഡ് ചെയ്തതായിട്ട് നിങ്ങൾക്ക് ടെക്സ്റ്റിൽ കാണാൻ സാധിക്കും. കോസ്റ്റ് പ്രൈസ് പറഞ്ഞാൽ അതാണ് CP. കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ യഥാർത്ഥ വില, ഒരു സാധനത്തിൻ്റെ യഥാർത്ഥ വില. സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ SP എന്ന് പറയും. അത് ശരിക്കും പഠിച്ച് മനസ്സിലാക്കി വെക്കണം. CP എന്നതും SP എന്നതും. SP എന്ന് പറഞ്ഞാൽ സെല്ലിംഗ് പ്രൈസ്. നമ്മൾ യഥാർത്ഥ വിലയേക്കാൾ കൂടിയിട്ടോ കുറഞ്ഞിട്ടോ വിൽക്കും. അപ്പോൾ വിൽക്കുമ്പോഴുള്ള വില, അതാണ് SP എന്ന് പറഞ്ഞാൽ. നമുക്ക് ലാഭവും നഷ്ടവും നോക്കാൻ വളരെ ഈസിയാണ്. CPയേക്കാൾ SP കൂടുകയാണെങ്കിൽ അവിടെ ലാഭമായിരിക്കും. CPയേക്കാൾ SP കുറയുകയാണെങ്കിൽ അവിടെ നഷ്ടവുമായിരിക്കും. CPയും SPയും ഈക്വൽ ആണെങ്കിൽ അവിടെ പ്രത്യേകിച്ച് ലാഭവും നഷ്ടവും ഇല്ല എന്ന് മനസ്സിലാക്കാം. ഒരു ചെറിയൊരു ഉദാഹരണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. എ ടോയ് ബോട്ട് ഫോർ 72 is sold at 80. ഒരു ടോയ് 72 രൂപക്ക് വാങ്ങുകയും 80 രൂപക്ക് വിൽക്കുകയും ചെയ്തു. അപ്പോൾ അവിടെ എന്താ ലാഭമോ നഷ്ടമോ? അവിടെ ലാഭമാണ്. 72 രൂപക്കാണ് വാങ്ങിയത്, 80 രൂപക്ക് വിൽക്കണം. അപ്പോൾ 8 രൂപ ലാഭമാണ്. അതുപോലെ ഒരു ടീഷർട്ട് 120 രൂപക്ക് വാങ്ങി 100 രൂപക്ക് വിറ്റു. അവിടെ നഷ്ടമാണ്. കാരണം 120നേക്കാൾ കുറവാണ് 100. CPയേക്കാൾ കുറവാണ് SP. ഒരു സൈക്കിൾ 800 രൂപക്ക് വാങ്ങി 940 രൂപക്ക് വിറ്റു. അവിടെ ലാഭമാണ്. കാരണം CP 800ഉം അതിനേക്കാൾ കൂടുതലാണ് SP 940. 140 അവിടെ ലാഭമാണ്. ഇതൊക്കെ ഓരോ ഉദാഹരണങ്ങളാണ്. ഇനി അതിൻ്റെ പ്രോഫിറ്റ് ഓർ ലോസ്. പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ലാഭം, ലോസ് എന്ന് പറഞ്ഞാൽ നഷ്ടം. പ്രോഫിറ്റും ലോസും എങ്ങനെ പേഴ്സൻറ്റേജായി ചെയ്യാം എന്നാണ്. വളരെ ഈസിയാണ്. നാം മുമ്പ് പറഞ്ഞ പോലെ ഡിക്രീസ് ഇൻക്രീസ് എന്ന രീതി തന്നെയാണ്. ഓക്കെ. അപ്പോൾ പ്രോഫിറ്റ്, ലോസ്, അതിൻ്റെ ശതമാനം കാണാൻ ഉദാഹരണത്തിന് നാം ഫസ്റ്റ് പറഞ്ഞ ഉദാഹരണം ഉണ്ടല്ലോ. 72 രൂപക്ക് ഒരു ടോയ് വാങ്ങി 80 രൂപക്ക് വിറ്റു. അപ്പോൾ അവിടെ പ്രോഫിറ്റ് 8 രൂപ പ്രോഫിറ്റാണ്. 8 രൂപ പ്രോഫിറ്റാണ്, ലാഭമാണ്. അതിൻ്റെ ശതമാനം എത്രയാണെന്നാണ് കാണേണ്ടത്. 8ൻ്റെ ശതമാനം. 8ൻ്റെ ശതമാനം കാണാൻ നേഹ ചെയ്ത ഒരു മാർഗം ഈ കള്ളിയിൽ നിങ്ങൾ കാണുന്നുണ്ടാകും. പ്രോഫിറ്റ് പേഴ്സൻറ്റേജ് കാണാനുള്ള ഒരു ഇക്വേഷനാണ് നിങ്ങൾ പഠിച്ചു വെക്കുക. ഒരു ഫോർമുലയാണ്. പ്രോഫിറ്റ് ബൈ CP × 100. ലാഭം
ലാഭത്തിൻ്റെ വില ഉണ്ടാവുമല്ലോ, ഇവിടെ 8 റുപ്യാണ് ലാഭം. അപ്പോൾ ആ പ്രോഫിറ്റ് 8 ബൈ CP കോസ്റ്റ് പ്രൈസ് നമ്മൾ 72 രൂപക്കാണ് വാങ്ങിയെന്ന് പറഞ്ഞു. അപ്പോൾ കോസ്റ്റ് പ്രൈസ് അതാണ് 72 രൂപയാണ്. അപ്പോൾ പ്രോഫിറ്റ് ബൈ CP ഇൻറ്റു 100% 100ലുള്ള ഭാഗമാണ് കാണേണ്ടത്, ശതമാനം. അപ്പോൾ ഇൻറ്റു 100. അപ്പോൾ പ്രോഫിറ്റ് 8 ബൈ CP 72, 8/72 ഇൻറ്റു 100. അങ്ങനെ ചെയ്ത് നോക്കിയാൽ 800/72 എന്ന് ചെയ്ത് നോക്കിയാൽ 8/72 എന്ന് പറഞ്ഞാൽ 1/9 ആണല്ലോ. 1/9 8/72ൻ്റെ ചുരുങ്ങിയ ഫോമാണ് 1/9 ഇൻറ്റു 100 എന്ന് ചെയ്ത് നോക്കിയാൽ 11/1/9 എന്നാണ് നമുക്ക് ആൻസർ ലഭിക്കുക. അപ്പോൾ ഇവിടെ ലാഭത്തിൻ്റെ 8 രൂപയാണ് ലാഭം. അതിൻ്റെ ശതമാനം എന്ന് പറഞ്ഞാൽ 11/1/9 എന്നാണ് പറയുക. ഇനി ശേഖർ നോക്കിയ രീതി അപ്പുറത്ത് കാണാം. അവിടെ വളരെ സിമ്പിളായിട്ട് എന്ത് ചെയ്താണ്, 72 രൂപയിൽ 8 ലാഭമാണെങ്കിൽ 100 രൂപയിൽ എത്രയാണ് നോക്കാൻ. അതാണല്ലോ 100% എന്ന് പറഞ്ഞാൽ 72ൻ്റെ സ്ഥാനത്ത് 100 ആവണമെങ്കിൽ അവിടെ 8ൻ്റെ സ്ഥാനത്ത് എത്രയായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ നേരെ ഇൻറ്റു 100 എന്ന് ചെയ്താൽ മതി. രണ്ടും ഒരേ പ്രക്രിയ തന്നെയാണ്, രണ്ടും മാറ്റമുണ്ടെന്ന് അർത്ഥം. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴും 1/9% എന്നാണ് ലഭിക്കുക. ഓക്കെ, ഇനി നഷ്ടം, ഇതിപ്പോൾ ലാഭത്തിൻ്റെ ശതമാനമാണ് നോക്കിയത്. ഇനി നഷ്ടത്തിൻ്റെ ശതമാനം നോക്കുക. ഉദാഹരണത്തിന് CP, ഒരു സാധനത്തിൻ്റെ CP 120 ആണ്, SP 100 ആണ്. അപ്പോൾ നഷ്ടമാണ്. 120ൽ നിന്ന് 100 കുറച്ചാൽ 20 രൂപ നഷ്ടമാണ്. അപ്പോൾ ഈ 20 രൂപ എന്നതിൻ്റെ ശതമാനം കാണൽ എങ്ങനെ? ഇവിടെയും 2 രീതി കാണുന്നുണ്ടാവും. ലോസ് പെർസെൻറ്റേജ് നോക്കുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ പ്രോഫിറ്റ് ബൈ CP ഇൻറ്റു 100 എന്ന് പറഞ്ഞിരുന്നു. ഇവിടെ ലോസ് ബൈ CP ഇൻറ്റു 100 എന്നാ വരിക. അപ്പോൾ ലോസ് 20 രൂപയാണ്, ലോസ് 20. CP 120 ആണ്. അപ്പോൾ 20/120 ഇൻറ്റു 100. അങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ 20/120 ഇൻറ്റു 100 എന്ന് പറയുമ്പോൾ 50/3 എന്നായിരിക്കും. 20 ഇൻറ്റു 100 200. 200ന് 120 അതുകൊണ്ട് 200/120 എന്ന് പറഞ്ഞാൽ 50/3. അങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ 16/2/3% എന്നാണ് ലഭിക്കുക. ഓക്കെ, ആ ക്രിയകളൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, പിന്നെ ഇവിടെ മറ്റൊരു രീതി കാണുന്നത് 120ൽ 20 രൂപ നഷ്ടമാണെങ്കിൽ 100 രൂപയിൽ എത്രയായിരിക്കും? നേരത്തെ ചെയ്ത അതേപോലെ തന്നെ. അപ്പോൾ 20/120 ഇൻറ്റു 100, നേരെ 100 കൊണ്ട് ഗുണിക്കാം. അപ്പോഴും ഇതേ ഉത്തരം ലഭിക്കും, 16/2/3 എന്ന് ലഭിക്കും. ഓക്കെ, ഇനി എക്സാമ്പിൾ 18 നോക്കുക. ഇനി ഇവിടെ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ലോസ് അതുപോലെ പ്രോഫിറ്റ് എന്നിവകളുടെ പേഴ്സൻറ്റേജ് കണ്ടു. ഇനി ഇവിടുത്തെ പ്രശ്നം, അപ്പോൾ ഈ എക്സാമ്പിൾ നോക്കുക. എക്സാമ്പിൾ 18, ദി കോസ്റ്റ് ഓഫ് എ ഫ്ലവർ വൈസ്, ഒരു ഫ്ലവർ വൈസിന് 120 രൂപയാണ്. ഇഫ് ദി ഷോപ്പ് കീപ്പർ സെൽസ് ഇറ്റ് അറ്റ് എ ലോസ് ഓഫ് 10%, 10% നഷ്ടത്തിൽ 120 രൂപ വിലയുള്ള ഒരു ഫ്ലവർ വൈസിന് 10% നഷ്ടത്തിൽ അയാൾ വിൽക്കുകയാണെങ്കിൽ എത്രയായിരിക്കും അയാൾ വിൽക്കുന്ന വില? അപ്പോൾ ഇവിടെ CP തന്നിട്ടുണ്ട്. നേരത്തെ CPയും SPയും തന്നിട്ട് അവിടെ പ്രോഫിറ്റ് ശതമാനം അതുപോലെ ലോസിൻ്റെ ശതമാനം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരുന്നത്. ഇവിടെ നേരെ തിരിച്ച്, ഇവിടെ CP തന്നിട്ടുണ്ട്, അതുപോലെ ലോസിൻ്റെ ശതമാനം തന്നിട്ടുണ്ട്. ഇനി നമ്മളിവിടെ കാണേണ്ടത് SP ആണ്. ഓക്കെ, അപ്പോൾ വി ആർ ഗിവൺ ദാറ്റ് CP ഈസ് ഈക്വൽ ടു 120 ആണ് CP എന്നുള്ളത് തന്നിട്ടുണ്ട്. ലോസ് പെർസെൻറ്റേജ് 10 ആണെന്ന് തന്നിട്ടുണ്ട്. ഇവിടെ SP കണ്ടുപിടിക്കണം. ഇവിടെ ചെയ്യേണ്ട രീതി, സോഹൻ ചെയ്തത് നിങ്ങൾ നോക്കുക. ഇവിടെ 10% നഷ്ടമാണ്. CP 100 ആണെങ്കിൽ, ശരിക്കും CP ഇവിടെ 120 ആണ്.
100-ൽ 10 നഷ്ടമുണ്ട് എന്നാണല്ലോ. 100% നഷ്ടം എന്ന് പറഞ്ഞാൽ ആ സാധനത്തിന് 100 രൂപയാണെങ്കിൽ 10 രൂപ ഇവിടെ നഷ്ടമാണ് എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 100 രൂപയുടെ സാധനം 10% നഷ്ടത്തിൽ വിൽക്കുകയാണെങ്കിൽ അവിടെ നഷ്ടം എന്ന് പറഞ്ഞാൽ 10 രൂപയാണ്. അപ്പോൾ 10 രൂപ നഷ്ടം എന്ന് പറഞ്ഞാൽ അതിൻ്റെ 100 ഒരു സാധനത്തിന് 100 രൂപയാണെങ്കിൽ 10% നഷ്ടം എന്ന് പറഞ്ഞാൽ 10 രൂപ. അപ്പോൾ ആ 10% നഷ്ടം കീഴ്ച്ചാൽ അതാണല്ലോ SP, നമ്മൾ വിൽക്കുന്ന വില. അപ്പോൾ 100-ൽ നിന്ന് 10 കുറച്ചാൽ 90. അപ്പോൾ 90 അതിൻ്റെ വില എന്ന് മനസ്സിലാക്കാം. അതിപ്പോൾ 100-ലാണ് പറഞ്ഞത്, ഇനി 120-ലാണല്ലോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 100 - 10 90 സെല്ലിംഗ് പ്രൈസ് എന്ന് കിട്ടി. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ 100-ൽ 90 വില. അങ്ങനെയെങ്കിൽ 90/100 ഇൻറ്റു നമ്മൾ എന്ത് ചെയ്താൽ മതി, CP 120 ചെയ്താൽ മതി. അപ്പോൾ 90/100 ഇൻറ്റു 120 എന്ന് ചെയ്ത് കഴിഞ്ഞാൽ 108 എന്നാണ് ലഭിക്കുക. അപ്പം 108 രൂപയ്ക്കാണ് ഇയാൾ എന്ത് ചെയ്ത്, ഈ ഷോപ്പ് കീപ്പർ ഈ ഫ്ലവർ വൈസ് വിറ്റ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് ഒരു മാർഗം. ഇനി അനന്ത് കണ്ടെത്തിയ മറ്റൊരു മാർഗം 120-ൻ്റെ 10%. അപ്പോൾ 120-ൻ്റെ 10% എന്ന് പറഞ്ഞാൽ ആദ്യം അത് കണ്ടുപിടിക്കാം. 120-ൻ്റെ 10% എത്രയാണ്? അപ്പോൾ 120-ൻ്റെ 10% ഓള് കണ്ടു. 10/100 ഇൻറ്റു 120 അറിയാലോ, അങ്ങനെയാണല്ലോ കാണണ്ടേ. അപ്പോൾ അങ്ങനെ കണ്ടുപിടിച്ചു. 12 120-ൻ്റെ 10% എന്ന് കണ്ടുപിടിച്ചു. എന്നിട്ട് നേരെ എന്ത് ചെയ്താൽ മതി, 120-ൽ നിന്ന് 12 കുറച്ചാൽ മതി. 10% നഷ്ടം എന്ന് പറഞ്ഞാൽ 20. 120-ൻ്റെ 10% 12 കിട്ടി. അപ്പോൾ 120-ൽ നിന്ന് 12 കുറച്ചാൽ എത്ര വിലക്ക് വിറ്റു എന്ന് കിട്ടും. അപ്പോൾ 120-ൽ നിന്ന് 12 കുറച്ചു 108 എന്ന് ലഭിച്ചു. ഓക്കെ, ഇനി മറ്റൊരു എക്സാമ്പിൾ. ഇനി നേരെ തിരിച്ച് ഇനി CP കണ്ടുപിടിക്കാനാണ്. SP തരും, അതുപോലെ പ്രോഫിറ്റ് അല്ലെങ്കിൽ നഷ്ടത്തിൻ്റെ ശതമാനം തരും. എന്നിട്ട് CP കണ്ടുപിടിക്കുക. അപ്പോൾ എക്സാമ്പിൾ 19 നോക്കുക. സെല്ലിംഗ് പ്രൈസ് ഓഫ് എ ടോയ് കാർ ഈസ് 540. ടോയ് കാറിന് 540 രൂപയ്ക്കാണ് ഈ ഷോപ്പ് കീപ്പർ വിറ്റത്. അയാൾ വിറ്റതാണെങ്കിൽ 20% ലാഭത്തിലാണ്. അങ്ങനെയാണെങ്കിൽ ആ കാറിൻ്റെ യഥാർത്ഥ വില എത്രയാണ് എന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ SP തന്നിട്ടുണ്ട് 540, അതുപോലെ പ്രോഫിറ്റിൻ്റെ ശതമാനം തന്നിട്ടുണ്ട് 20%. ഇനി CP ആണ് കാണേണ്ടത്. അപ്പോൾ ഇവിടെ ആമിനെ ചെയ്ത് നോക്കുക. 20% പ്രോഫിറ്റ് വിൽ മെയിൻ ഇഫ് CP ഈസ് 100, പ്രോഫിറ്റ് ഈസ് 20. ശരിക്കും അതിൻ്റെ വില 100 ആണെങ്കിൽ, CP 100 ആണെങ്കിൽ അതിൻ്റെ 20% എന്ന് പറഞ്ഞാൽ 20 രൂപ എന്നാണല്ലോ. അപ്പോൾ 20 എന്നെടുത്തു. അപ്പോൾ 100-നേക്കാൾ 20 കൂടുക. 100-നേക്കാൾ 20 കൂടിയാൽ 120. 120 സെല്ലിംഗ് പ്രൈസ് അല്ലേ. CP 100 ആണെങ്കിൽ അതിൻ്റെ 20% 20. അപ്പോൾ ഈ CPയും പിന്നെ ഈ പ്രോഫിറ്റും കൂടി കൂട്ടിയാലാണ് സെല്ലിംഗ് പ്രൈസ് കിട്ടുക. അപ്പോൾ 100 + 20 = 120. 120 ഇതിൻ്റെ സെല്ലിംഗ് പ്രൈസ്. അപ്പോൾ നൗ വെൻ SP ഈസ് 120, ഇവിടെ SP 120 ആണെങ്കിൽ ദെൻ CP ഈസ് 100 ആണെന്ന് കിട്ടി അല്ലേ. നമ്മൾ വിൽക്കുന്നത് 120 രൂപയ്ക്കാണെങ്കിൽ അതിൻ്റെ യഥാർത്ഥ വില 100 ആയിരിക്കും, സങ്കല്പിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ 540 SP ആണെങ്കിൽ നാം ചെയ്യേണ്ടത് 100/120. 100/120. 120 സെല്ലിംഗ് പ്രൈസ്, അതിൽ 100 CP കോസ്റ്റ് പ്രൈസ്, ഇൻറ്റു 540 നേരെ ചെയ്താൽ മതി. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ലഭിക്കുക 450 എന്നായിരിക്കും. ഇതൊരു മാർഗം.
ഇനി അരുൺ ചെയ്തത് നോക്കാം. പ്രോഫിറ്റ് 20%. സി പിയുടെ 20% പ്രോഫിറ്റ്. അതുപോലെ എസ് പി എന്ന് പറഞ്ഞാലോ, സെല്ലിംഗ് പ്രൈസ് പറഞ്ഞാൽ ഈ സി പിയും കോസ്റ്റ് പ്രൈസും പ്രോഫിറ്റും കൂടി കൂട്ടിയതാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ സെല്ലിംഗ് പ്രൈസ് പറഞ്ഞാൽ 540 ആണല്ലോ. 540 ഈസ് ഈക്വൽ ടു സി പി എത്രയാണോ സി പി അത്. അതുപോലെ സി പിയുടെ 20%, സി പി പ്ലസ് 20% ഓഫ് സി പി. ഇതാണ് 540 എന്ന് പറഞ്ഞാൽ. അപ്പോൾ നിങ്ങൾ നോക്കുന്നുണ്ടാവും കള്ളിയിൽ സി പി പ്ലസ് 20/100 അല്ലേ. 20% എന്ന് പറഞ്ഞാൽ 20/100 ഇൻറ്റു സി പി. സി പിയുടെ 20% കാണുമ്പോൾ 20/100 ഇൻറ്റു സി പി എന്നാണല്ലോ. അപ്പോൾ സി പി പ്ലസ് 20/100 ഇൻറ്റു സി പി. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ 2 സി പി ഇവിടെ വന്നതുകൊണ്ട് ഈ സി പിയെ കോമൺ ആയിട്ട് എടുക്കുകയാണ്. അപ്പോൾ അതെന്താവും 1 + 1/5 ഇൻറ്റു സി പി. 1/5 എന്ന് പറഞ്ഞാൽ അത് 20/100ൻ്റെ ചുരുങ്ങിയ രൂപമാണ് 1/5. ഓക്കെ. അപ്പോൾ 1 + 1/5 ഇൻറ്റു സി പി. 1 + 1/5 എന്ന് പറഞ്ഞാൽ അത് മിക്സ്ഡ് ഫ്രാക്ഷനാണ്. അത് ചെയ്തു നോക്കിയാൽ 6/5 എന്നാണ് ലഭിക്കുക. അപ്പോൾ 6/5 ഇൻറ്റു സി പി എന്ന് പറഞ്ഞാൽ 540. അപ്പോൾ നമുക്ക് സി പി ആണ് കിട്ടേണ്ടത്. അപ്പോൾ സി പി കിട്ടണമെന്നുണ്ടെങ്കിൽ സി പി ഇൻറ്റു 6/5 അതാണല്ലോ. അപ്പോൾ സി പി കിട്ടണമെന്നുണ്ടെങ്കിൽ 540 അപ്പുറത്തേക്ക് ട്രാൻസ്പോസ് ചെയ്യണം. അപ്പോൾ 540 ഇൻറ്റു 5/6 എന്ന് വരും. അപ്പോൾ 540 ഇൻറ്റു 5/6 എന്ന് ചെയ്ത് നോക്കിയാൽ 450 എന്ന് ലഭിക്കും. ഓക്കെ. അപ്പോൾ സി പി 450 ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഈ കാര്യങ്ങൾ ശരിക്കും പഠിച്ച് മനസ്സിലാക്കി വെക്കുക. ഏതെങ്കിലും ഭാഗം മനസ്സിലാവാത്തതുണ്ടെങ്കിൽ പ്രത്യേകം ചോദിച്ച് മനസ്സിലാക്കണം എന്നാവശ്യപ്പെടുകയാണ്. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.